ഡാറ്റ എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വത്താണ്. അത് അറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ഈ ഡാറ്റ ചോർച്ചയിൽ. ഗൗരവതരമായ ഒരു കാര്യമാണ്. മൗലിക അവകാശങ്ങൾ പോലും ലംഘിക്കുകയാണോ? സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവകാശം മറികടന്നുകൊണ്ട് ഡാറ്റ ദുരുപയോഗം ചെയ്യുകയാണോ? വലിയ തിരിച്ചടിയാണ്. കാരണം ആ തിരിച്ചടി എന്ന് പറയുന്നത് ഭരണഘടനാ അവകാശങ്ങൾക്കുമേൽ സ്വകാര്യതാ ലംഘനം നടന്നിരിക്കുന്നു. അത് ഒരു പൗരന്റെ അവകാശങ്ങൾക്കുമേലാണ് സർക്കാർ കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളും ഡേറ്റകളും ദുരുപയോഗം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അവരാണ് ഈ ഡാറ്റ മോഷണം നടത്തിയിരിക്കുന്നത്. അതൊരു ചെറിയ പ്രതിസന്ധിയല്ല. രാജ്യത്ത് തന്നെ CPM-ന് നേർക്കുയരാൻ പോകുന്നത് ഈ വിഷയമാണെന്ന് ചർച്ച ചെയ്തു. എന്നിട്ട് ഇത്തരം സന്ദേശം അയച്ചതിൽ ഒരു നിയമവിരുദ്ധത കാണാനില്ല എന്നുള്ളതാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഈ ഹർജി നേരത്തെ പരിഗണിച്ചത്. മാത്രമല്ല, ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ഡാറ്റ ചോർച്ച ഇതിൽ സംഭവിച്ചു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്പാർക്കിലെ വ്യക്തിഗത വിവരങ്ങൾ കൈമാറി എന്നതിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും നിയമവിരുദ്ധതയില്ല. ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കുന്നത് നല്ല ഭരണത്തിന്റെ ഭാഗമല്ലേ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ